പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ച് നടൻ വിജയ്. തമിഴക വെട്രി കഴകം നിലവിൽ വന്നതായി താരത്തിന്റെ പ്രസ്താവന. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആരെയും പിന്തുണയ്ക്കില്ലെന്ന് വിജയ്. തമിഴക വെട്രി കഴകം ലക്ഷ്യമിടുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ്. മനേഷ് മൂർത്തി ചേരുന്നുണ്ട് ചെന്നൈയിൽ നിന്ന് വിവരങ്ങളുമായി. മനേഷ്, ഇതിനു മുൻപും വിജയ് ഇങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് വരുന്നു എന്നുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം വീണ്ടും കൂടുതൽ സിനിമകൾ അങ്ങനെ പോവുകയായിരുന്നു. ഒരുപാട് ആരാധകരുണ്ട്, അതിപ്പോൾ നമ്മുടെ കേരളത്തിലായാലും ഉണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നു. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പല്ല ലക്ഷ്യം എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു അല്ലേ? സ്മിത, അത് തന്നെയാണ്. അതായത് കഴിഞ്ഞ ദിവസം ചേർന്ന വിജയ് മക്കൾ ഇയക്കത്തിന്റെ ജനറൽ കൗൺസിൽ യോഗത്തിൽ ഉയർന്നു വന്ന ഒരു അഭിപ്രായം എന്ന് പറയുന്നത് വളരെ വേഗത്തിൽ പാർട്ടി രൂപീകരിക്കുക, അത് ഈ പറഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ മത്സര രംഗത്ത് ഇറങ്ങുക എന്നുള്ളതായിരുന്നു. എന്തായാലും ആ കാര്യത്തിൽ ഇപ്പോൾ വളരെ ഒരു വ്യക്തത വന്നിരിക്കുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയ് മക്കൾ ഇയക്കത്തിന്റെ പാർട്ടിയായിട്ടുള്ള തമിഴക വെട്രി കഴകം എന്ന് പറയുന്ന പാർട്ടി ഉണ്ടാവില്ല. അത് 2026 നിയമസഭാ ഇലക്ഷനിൽ മാത്രമായിരിക്കും മത്സര രംഗത്തേക്ക് വരിക എന്നുള്ളതാണ് വിജയ് വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ആരെയും ഒരു രാഷ്ട്രീയ പാർട്ടിയെയും പിന്തുണയ്ക്കാനുള്ള ശ്രമവുമില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള തീരുമാനങ്ങളില്ല. അത് നേരത്തെ ചേർന്ന ജനറൽ കൗൺസിലിന്റെ തീരുമാനം ആ രീതിയിൽ തന്നെയാണ്, തനിച്ച് തന്നെ നിൽക്കുക എന്നുള്ളതാണ് നിലവിൽ എന്തായാലും വിജയ് പറയുന്നത്. മാത്രമല്ല, നിലവിലുള്ള സിനിമകൾ തീർന്നാൽ, അതായത് നിലവിൽ കമ്മിറ്റ് ചെയ്തിട്ടുള്ള സിനിമകൾ തീർന്നാൽ പൂർണ്ണമായും തന്നെ ജനസേവനത്തിന് വേണ്ടി അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തനത്തിന് വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനത്തിനായി മാറ്റിവെക്കുമെന്നും വിജയ് ഇറക്കിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. വിജയ് മക്കൾ ഇയക്കത്തിന്റെ ചെയർമാനായിട്ടുള്ള ബുസി ആനന്ദ് ഇന്നിപ്പോൾ ഡൽഹിയിലുണ്ട്. അതായത് ഈ പാർട്ടിയുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഡൽഹിക്ക് പോയത്. അവിടെ വെച്ചായിരിക്കും പ്രഖ്യാപനം എന്നുള്ളതായിരുന്നു ആദ്യം നമുക്ക് ലഭിച്ചിരുന്ന സൂചനകൾ. പക്ഷെ എന്തായാലും ഒരു പ്രസ്താവനയിലൂടെ ആണ് എന്തായാലും വിജയ് ഇപ്പോൾ പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് വളരെ വേഗത്തിൽ തന്നെ അതിന്റെ മറ്റ് നടപടികൾ കൂടി ആരംഭിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിജയ് മക്കൾ ഇയക്കം പ്രവർത്തകർക്ക് നൽകിയിട്ടുള്ള ഒരു ആദ്യഘട്ടത്തിൽ നൽകിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ വേഗത്തിൽ 1 കോടി ആളുകളെ പാർട്ടിയിൽ ചേർക്കുക എന്നുള്ളതാണ്. അതിന്റെ പ്രവർത്തനങ്ങൾ എന്തായാലും ഈ വിജയ് മക്കൾ ഇയക്കത്തിന്റെ ആളുകൾ നേരത്തെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമാണ് ഇന്നിപ്പോൾ ഈ പ്രഖ്യാപനത്തിന് ശേഷം കുറച്ചുകൂടി ഊർജിതമായി അത്തരം പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്നു. വിജയ് ഈ എല്ലാ ഫാൻസ് അസോസിയേഷന്റെയും അല്ലെങ്കിൽ എല്ലാ യൂണിറ്റുകളിലും വലിയ വിപുലമായ ആഘോഷ പരിപാടികളാണ് തമിഴ്നാട്ടിൽ അങ്ങോളം എന്തായാലും നടന്നിരിക്കുന്നത്. എന്തായാലും ഊഹാപോഹങ്ങൾക്കൊക്കെ സ്മിത നേരത്തെ സൂചിപ്പിച്ചതുപോലെ നേരത്തെ ഒക്കെ ഉണ്ടായിരുന്ന ചർച്ചകൾ, നേരത്തെ ഉണ്ടായിരുന്ന ഊഹാപോഹങ്ങൾ, അങ്ങനെ അതിലെല്ലാം ഒരു വിരാമമാകുന്നു. നടൻ വിജയ് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു, പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുന്നു. സ്മിത. ശരി, മനേഷ് മൂർത്തിയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.